എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഡിവൈൻ എക്സലറേഷൻ എന്ന പദം കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഈ ഡിവൈൻ എക്സലറേഷൻ എന്ന പദം പല ദൈവദാസന്മാരും അവരുടെ പ്രസംഗങ്ങളിൽ ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അതിനൊന്നും എതിർപ്പല്ല കേട്ടോ. കാരണം ദൈവവചനത്തിലൊരു കോൺസെപ്റ്റ് തന്നെയാണത്. ദൈവവചനത്തിൽ നമ്മൾ പലരെക്കുറിച്ചും വായിക്കുന്നു. ദൈവികമായ ഒരു വേഗത അവരുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ഇതെങ്ങനെയാ വർക്കാവുന്നത്? സയൻറ്റിഫിക്കലി ഒക്കെ ചിന്തിച്ച് നോക്കിയാൽ ഇതിനങ്ങ് ഒരു എക്സ്പ്ലനേഷനും ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, ഡിവൈൻ എക്സലറേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പോകുക, യാത്ര ചെയ്യുക. എയർപോർട്ടിൽ വെച്ച് എനിക്ക് നല്ല ക്ഷീണം. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു ഇച്ചിരി അത്യാവശ്യത്തിന് ഹെവി ആയിട്ടുള്ളൊരു ബാഗുണ്ട്. പക്ഷേ നടക്കാൻ ഉള്ള ഒരു ഭയങ്കര ഒരു ക്ഷീണം. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം അവിടെ ഈ ഓട്ടോ വാക്ക് വേ ഉണ്ടല്ലോ, ഈ ട്രാവലേറ്റർ എന്ന് പറയുന്ന സാധനം, അതിങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ അതിലോട്ട് കയറി അതിൽ കൂടി ഇങ്ങനെ പതുക്കെ നടക്കുക. അപ്പോൾ എൻ്റെ ചുറ്റും ആൾക്കാർ നല്ല സ്പീഡിൽ നടക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഈ സ്പീഡിൽ നടന്നവരെല്ലാം ഇതാ എൻ്റെ ബാക്കിൽ. ഞാൻ പതുക്കെയാണ് നടന്നെങ്കിലും ഞാൻ ഇവരെക്കാട്ടിലൊക്കെ അങ്ങ് ഒത്തിരി ഫ്രണ്ടിലായി. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഇതെന്താ കളി? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയാ, മോളെ ഡിവൈൻ എക്സലറേഷൻ എന്താണെന്ന് നീ ചോദിച്ചില്ലേ, ഇതാണ് ഡിവൈൻ എക്സലറേഷൻ. നീ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഈ സാധനം നിന്നെ ഓട്ടോമാറ്റിക് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് എൻ്റെ കയ്യിൽ നീ ഇരിക്കുമ്പോൾ. സാഹചര്യങ്ങൾ നിൻ്റെ ചുറ്റും പലതും ആകും. നീ ഓർക്കും നിനക്ക് മറ്റുള്ളവരെ പോലെ വലിയ കഴിവില്ല, നിന്നെ മറ്റുള്ളവരുടെ അത്രയും സ്പീഡില്ല, മറ്റുള്ളവരുടെ അത്രയും ആ ഒരു സാമർഥ്യമോ കഴിവോ ഒന്നുമില്ല. അവർക്ക് ഭയങ്കര മിടുക്കന്മാരാവും, അവർക്ക് ഭയങ്കര സ്പീഡിൽ പോകുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വേഗത്തിൽ നേടിയെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നീ എൻ്റെ കയ്യിലൊന്ന് സമർപ്പിച്ചൊന്നിരുന്നേ. നീ പതുക്കെ ചെയ്യുന്ന ആളാണെങ്കിലും എൻ്റെ കൈ നിന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴല്ലോ, ഒരു ദിവസം നീ പുറകോട്ട് നോക്കുമ്പോൾ ഒരു ഡിവൈൻ എക്സലറേഷൻ ആയിരിക്കും നീ തിരിച്ചറിയാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് മാനുഷികമായ രീതിയിൽ, സയൻറ്റിഫിക്കായ രീതിയിൽ അസാധ്യമായ കാര്യം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇരുന്ന് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി ഡിവൈൻലി ദൈവം മുൻപോട്ട് പോകും. നമ്മളത് യോസെഫിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. യോസെഫിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ 17 വയസ്സായി എന്ന് നമ്മൾ കാണുന്നു. 17-ാം വയസ്സിൽ യോസെഫിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. വാഗ്ദത്തം എന്താണ്? ദേശത്തിൻ്റെ രാജാവാകും, വലിയ ആളാവും, സഹോദരന്മാരെല്ലാം നിൻ്റെ മുൻപിൽ വണങ്ങും. അപ്പോൾ യോസെഫിന് ഭയങ്കര സന്തോഷം. 17 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെങ്കിൽ ആ ഒരു സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ചച്ചന്മാർക്കെല്ലാം ഭയങ്കര ദേഷ്യം. എല്ലാവരും അവനോട് വെറുക്കുന്നു, അവനെ കൊല്ലാൻ നോക്കുന്നു. അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ട് അവിടെ വീണ്ടും മേലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ്, ദൈവമേ നീ പറഞ്ഞ വാഗ്ദത്വവും ഞാനിപ്പോൾ വന്ന് കിടക്കുന്ന എവിടെ? ഇതെങ്ങനെ സംഭവിച്ചു? എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്? ഞാൻ കേട്ട വാഗ്ദത്തത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നതാണോ? എൻ്റെ കേൾവിക്ക് വന്ന പ്രശ്നമാണോ? എൻ്റെ ഇമാജിനേഷനിൽ വന്ന പ്രശ്നമാണോ? അല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ ഇവരെല്ലാവരും കൂടെ വലിച്ചെടുത്ത് വിൽക്കുന്നു. എന്തായിട്ടാണ് വിൽക്കുന്നത്? ദാസനായിട്ട്, അടിമയായിട്ട്. വാഗ്ദത്തം എന്താ? രാജാവാകും. ജീവിതത്തിന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം രാജാവാകും എന്നാ. പക്ഷെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താ? അടിമ. പലവട്ടം യോസെഫ് ഓർത്ത് കാണും, ദൈവമേ വാഗ്ദത്തം കിടക്കുന്നതും ജീവിതത്തിലെ യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു മാച്ചും ഇല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ? ഇല്ലേ? പലവട്ടം ദൈവത്തോട് ഇതൊക്കെ ചോദിച്ചു കാണും. അവിടുന്നാണെങ്കിലും പോയി വീണത് എങ്ങോട്ടാ? ഫറവോൻ്റെ കാരാഗ്രഹത്തിൽ. ഈ കാരാഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് കയറുന്ന ഒരാൾ ജീവനോടെ വെളിയിൽ ഇറങ്ങത്തില്ല. ജീവനോടെ ഇറങ്ങുന്ന ആൾ എന്തിനാ ഇറങ്ങുന്നതെന്നറിയോ? അവനെ ബലിയാക്കാൻ. കാരണം ഫറവോൻ സേവിച്ചുകൊണ്ടിരുന്ന ദേവന്മാർക്ക് ഓരോ സീസൺ അനുസരിച്ച് നരബലി അർപ്പിക്കുമായിരുന്നു. അപ്പം ഈ നരബലി അർപ്പിക്കാൻ വേണ്ടി ഫറവോൻ ആളിനെ കൊണ്ടുവരുന്ന ഈ കാരാഗ്രഹത്തിൽ നിന്നുള്ള ഓരോ പ്രിസണേഴ്സിനെയാണ്. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ പോകുന്നത് എങ്ങോട്ടാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ യോസേഫ് പറയാം, ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു രക്ഷയില്ലല്ലോ, നീ പറഞ്ഞ വാഗ്ദത്തം നീ ശരിക്കും എന്നോട് തന്നെയാണോ പ്രവചിച്ചത്, അതോ ആള് മാറിപ്പോയതാണോ? ഇതൊക്കെ യോസേഫ് ഓർത്ത് കാണും. പക്ഷെ ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, യോസേഫ് ദൈവസന്നിധി ഹി ട്രസ്റ്റഡ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ സാഹചര്യം എന്തായാലും ദൈവത്തിൽ ആശ്രയിച്ച് ഇങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ഒരു ദിവസം 17-ാം വയസ്സ് തൊട്ട് 30-ാം വയസ്സ് വരെ ഇങ്ങനെയാ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. വാഗ്ദത്തം കിടപ്പുണ്ട്, പക്ഷെ ജീവിതം ഇങ്ങനെ നേരെ കുത്തനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. 30 വയസ്സായപ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ആ സമയം വന്നു. ദൈവം പറയാം, മോനെ
മതി, ഇനി ഞാൻ നിന്നെ അങ്ങോട്ട് ഡിവൈൻലി അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ പോവാ. ദൈവം ഫറോന് ഉറക്കം കൊടുത്തില്ല, ഫറോന് സ്വപ്നം എല്ലാം കൊടുത്ത് ഫറോനെ അങ്ങോട്ട് പീഡിപ്പിച്ച് രാവിലെ ഈ കാരാഗ്രഹത്തിൽ അടിമയായിട്ട് ഉണർന്നു വന്ന യോസേഫ് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ റെഡിയായി ഇങ്ങനെ ഇരിക്കുമ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് രഥങ്ങളൊക്കെ വരുന്നു യോസേഫിനെ അന്വേഷിച്ച്. കാരാഗ്രഹത്തിനകത്ത് ഒരു ദിവസം 30-ാമത്തെ വയസ്സിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് യോസേഫ് അന്ന് രാത്രി കിടന്നുറങ്ങിയത് കൊട്ടാരത്തിനകത്ത് ദേശത്തെ മുഴുവനും അടക്കി വാഴുന്ന ദേശത്തിലെ 2ാമനായിട്ട് രാജാവായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട്. ഇതിന് സയൻസിന് എക്സ്പ്ലനേഷൻ ഇല്ല, മാനുഷിക ബുദ്ധിക്ക് എക്സ്പ്ലനേഷൻ ഇല്ല, യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. ഇതിനാണ് പറയുന്നത് ഡിവൈൻ ആക്സലറേഷൻ. ഹല്ലേലൂയ. യോവേൽ പ്രവചനത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ, നിന്റെ വെട്ടിക്കിളി തിന്ന് തീർത്ത നിന്റെ എല്ലാ വർഷത്തെയും ഞാൻ റിസ്റ്റോർ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, എൻ്റെ ജീവിതത്തിൽ പല വാഗ്ദത്തങ്ങളുണ്ട്. നീ ഇപ്പോഴും ദൈവത്തോട് ചോദിക്കുക, ദൈവമേ തെറ്റ് പറ്റിയത് എനിക്കാണോ, നിനക്കാണോ, പ്രവചിച്ച പ്രവാചകനാണോ, എവിടെയാ തെറ്റ് പറ്റിയ? ആർക്കും തെറ്റ് പറ്റിയിട്ടില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നിന്നെ ഡിവൈൻലി ആക്സലറേറ്റ് ചെയ്യും. ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ആ ഡിവൈൻ ആക്സലറേഷൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ നമ്മളങ്ങ് സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ ആ ഓട്ടോ വാക്ക് വേ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നല്ല, നമ്മളെ താനെ ഇങ്ങനെ മുന്നോട്ട് പോകും. നമുക്ക് മറ്റുള്ളവരുടെ അത്രയും സ്പീഡൊന്നും കാണത്തില്ല, കഴിവും കാണത്തില്ല, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരെല്ലാവരും പുറയിലായിരിക്കും, നമ്മൾ മുൻപിലെത്തും. അതാണ് ഡിവൈൻ ആക്സലറേഷൻ. ആ ഡിവൈൻ ആക്സലറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.